നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ സ്റ്റാർ മണ്ഡലമാവുകയാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പല നേതാക്കളും തമ്മിൽ തല്ലാണ്. പ്രത്യേകിച്ച് ബി.ജെ.പിയിലെ നേതാക്കൾ വട്ടിയൂർക്കാവ് മണ്ഡലം വേണമെന്ന വാശിയിലാണ്. എന്തായാലും ഇപ്പോഴിതാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ള ആഗ്രഹം പ്രകടമാക്കി നടനും ബി.ജെ.പി നേതാവുമായ കെ. കൃഷ്ണകുമാർ നേരത്തെ രംഗത്ത് വന്നതിന് പിന്നാലെ വീണ്ടും താൻ വട്ടിയൂർക്കാവിനൊപ്പം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി ഒരു വീഡിയോയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വട്ടിയൂർക്കാവിനെ വി.കെ. പ്രശാന്ത് എം.എൽ.എ ചതിച്ചു എന്നും അവഗണനയ്ക്കെതിരെ ജനശബ്ദം ഉയരണമെന്നും താൻ കൂടെ ഉണ്ടാകുമെന്നുമാണ് കൃഷ്ണകുമാർ പറയുന്നത്. തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിലെ ഗതാഗതക്കുരുക്കൊഴിയാൻ ഏറെ ഘോഷിച്ചു കൊണ്ടുവന്ന ജംഗ്ഷൻ വികസന പദ്ധതി ഭരണകൂടത്തിന്റെ അട്ടിമറി കൊണ്ട് എങ്ങും എത്തിയില്ല എന്നാണ് കൃഷ്ണകുമാർ ആരോപിക്കുന്നത്. വി.കെ. പ്രശാന്ത് 7.5 കൊല്ലം ഭരിച്ചു. വികസനത്തിന്റെ പേരിൽ കുടിയിറക്കപ്പെട്ടവരെ എം.എൽ.എ ചതിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ജംഗ്ഷൻ നവീകരണവും ഓട നവീകരണവും ഫുട്പാത്തുകൾ, സ്ട്രീറ്റ് ലൈറ്റുകൾ ഒക്കെ സ്ഥാപിച്ച് വട്ടിയൂർക്കാവിനെ മികച്ച സാറ്റലൈറ്റ് ജംഗ്ഷൻ ആക്കുമെന്നായിരുന്നു വി.കെ. പ്രശാന്തിന്റെ വാഗ്ദാനം. എന്നാൽ കെട്ടിടങ്ങൾ പൊളിച്ച് പകരം സംവിധാനം ഒരുക്കാതെ വ്യാപാരികളെ എം.എൽ.എ വഞ്ചിച്ചു. ഇനിയും ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫ് വലിയ പരാജയം നേരിടുമെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും ഇത്തവണ വളരെ പ്രതീക്ഷയോടെ നോക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ഒരിക്കൽ നഷ്ടപ്പെട്ട നിലവിൽ എൽ.ഡി.എഫിന്റെ സിറ്റിംഗ് സീറ്റായ വട്ടിയൂർക്കാവ് തിരികെ പിടിക്കാൻ കോൺഗ്രസും വിജയസാധ്യതയുറപ്പിച്ച് ബി.ജെ.പിയും കളത്തിലിറങ്ങുന്നതോടെ ത്രികോണ പോരാട്ടം വട്ടിയൂർക്കാവിൽ കനക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിറ്റിംഗ് എം.എൽ.എ വി.കെ. പ്രശാന്ത് തന്നെ എൽ.ഡി.എഫിനായി രംഗത്തിറങ്ങുമെന്നും മുൻ വട്ടിയൂർക്കാവ് എം.എൽ.എ കെ. മുരളീധരൻ മണ്ഡലം തിരികെ പിടിക്കാനായി തിരിച്ചെത്തുമെന്നുമാണ് വിലയിരുത്തൽ. വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ താൽപര്യമറിയിച്ച ബി.ജെ.പി നേതാക്കളും രംഗത്തുണ്ട്. മേയർ പദവിയിൽ നിന്നും തഴയപ്പെട്ട മുൻ ഡി.ജി.പി ആർ. ശ്രീലേഖയെ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്റെ നിലപാട്. അതേസമയം ബി.ജെ.പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനും വട്ടിയൂർക്കാവിനായി രംഗത്തുണ്ട്. അങ്ങനെ ബി.ജെ.പിക്കുള്ളിൽ വട്ടിയൂർക്കാവിനായി പിടിവലി നടക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ കൃഷ്ണകുമാർ കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലം തനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് കൃഷ്ണകുമാർ നടത്തിയിരിക്കുന്നത്. നേരത്തെയും കൃഷ്ണകുമാർ വട്ടിയൂർക്കാവ് മണ്ഡലം തനിക്ക് മത്സരിക്കാൻ വേണമെന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ വട്ടിയൂർക്കാവിന് വേണ്ടി മറ്റ് നേതാക്കൾ പിടിവലി കൂടുമ്പോൾ കൃഷ്ണകുമാറും വട്ടിയൂർക്കാവിനൊപ്പം ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് വീഡിയോയുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം കടക്കാൻ പോവുകയാണ്. മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തിടുക്കം കൂട്ടുകയാണ്. ഇതിനിടയിൽ വട്ടിയൂർക്കാവിൽ ആരൊക്കെ മത്സരത്തിനെത്തുമെന്നത് ചോദ്യമായി നിൽക്കുകയാണ്. ഈ പിടിവലിക്കിടയിൽ വട്ടിയൂർക്കാവ് ആർക്ക് ലഭിക്കുമെന്നതും ചോദ്യമാണ്.